തടിച്ചു കൊടുത്ത മക്കളെ ഒന്നുണർന്നെഴുന്നേറ്റോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വശാബുൻ, തളങ്കരയിലെ ഇന്ന ചെറുപ്പക്കാരൻ, എന്താണ് അവന്റെ പ്രത്യേകത? അവൻ വളരുന്നത്, അവൻ വളർന്നുകൊണ്ടിരിക്കുന്നത് ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിലാണ്. ഈ യൗവനം അല്ലാഹുവിന് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വസന്തകാലമാണ്. ഇന്നശബാബല്ലദീ മജ്ദുൻ അവാഖിബുഹു ഫീഹി നലുദു വലാ ലദാതൽ ശീബി. യൗവനം എന്ന് പറയുന്നത് അത് ആനന്ദകരമാണ്, അതിന്റെ പരിണിത ഫലം മഹത്തരമാണ്. ഫീഹി നലുദു, ആ യൗവനത്തിലാണ് രസം. വലാ ലദാതൽ ശീബി, വാർദ്ധക്യത്തിനൊരു രസവുമില്ല. എല്ലാം നരച്ചു പോയാൽ ഒരു രസവുമില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് രാവിലെ പെയിന്റ് അടിച്ചാലും തലമുടി യൗവാവിന്റെ മുടിയാണെങ്കിലും എടോ നിന്റെ ശരീരം കിളവന്റേതു തന്നെയാണ്. എത്ര പെയിന്റ് അടിച്ചിട്ട് എന്ത് കാര്യം? പക്ഷേ യൗവനം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വസന്തകാലമാണ്. ഈ വസന്തകാലം അല്ലാഹുവിന് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? മുൻഗാമികളായ മഹാന്മാർ അല്ലാഹുവിന് സമർപ്പിച്ചില്ലേ അവരുടെ യൗവനം? അതേപോലെ നിന്റെ യൗവനം അല്ലാഹുവിന് സമർപ്പിക്കാൻ ഒരുക്കമുള്ളവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇതാ നാളെ തണൽ വാങ്ങിത്തരാം. എന്താ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ? ഒരു കാലത്ത് യുവാക്കളുടെ വികൃതികൾ അത്യാവശ്യം തല്ലും വഴക്കൊക്കെ ആണെങ്കിൽ, അവിടെയും ഇവിടെയും ഒരത്യാവശ്യം ബഹളം വെക്കലൊക്കെയാണെങ്കിൽ, ഇന്ന് യുവാക്കളെ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി കുഴി കുഴിച്ചു വെച്ചിരിക്കുന്ന കുഴികൾ എത്ര ആഴമുള്ളതാണ്. മദ്യവും മയക്കുമരുന്നും, അത് വേണ്ട എന്ന് വേണ്ട എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ, സർവ തോന്നിവാസങ്ങളിലേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോവാൻ എത്ര ആളുകളാണ് പതിയിരിക്കുന്നത്. എത്ര ഭീകരമാണ് അന്തരീക്ഷം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ പോക്കറ്റിലെ കാശിൽ നിന്ന് വളരെ വലിയ പങ്കും ചെലവ് ചെയ്യുന്നത് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന കാശിന്റെ കണക്കറിയുമോ എന്റെ മക്കൾ? ആ നിലക്ക് നമ്മുടെ യൗവനം പാഴായി പോവുകയാണ്. ഈ യൗവനം അല്ലാഹുവിന് കൊടുക്കാൻ തയ്യാറുണ്ടോ? എന്നും ഇതുണ്ടാവില്ല, ഈ യുവത്വം എന്നും ഉണ്ടാവില്ല. മഹാന്മാരായ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ബദറിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഉഹദിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ യൗവനം അവർ അല്ലാഹുവിന് സമർപ്പിച്ചത് നമ്മൾ കണ്ടു. ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോ ഒരു സഹാബിയുടെ ചോദ്യം, അറഅയ്ത നബിയെ, അങ്ങനെക്ക് പറഞ്ഞു തരുമോ? ഖാല റജുലുൻ, ഒരു മനുഷ്യന്റെ ചോദ്യം, ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാളുടെ ചോദ്യം, അറഅയ്ത നബിയെ, അങ്ങനെക്ക് പറഞ്ഞു തരുമോ? ഇൻ ഖുതിൽതു, ഇന്ന് എന്നെ അങ്ങ് കൊല്ലപ്പെട്ടാൽ ഞാൻ ബാക്കിയുണ്ടാവോ എന്നല്ല അയാൾക്കറിയേണ്ടത്. എന്റെ ജീവന് വല്ല അപകടവും പറ്റുമോ എന്നുമല്ല അയാൾക്കറിയേണ്ടത്. ഇൻ ഖുതിൽതു, എന്നെ അങ്ങ് കൊല്ലപ്പെട്ടാൽ ഫഅൈന അനാ, ഞാൻ എവിടെയായിരിക്കും നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലായിരിക്കും. സ്വർഗമെന്നങ്ങ് കേട്ടപ്പോഴോ തന്റെ കയ്യിലുണ്ടായിരുന്ന കാരക്കകൾ വലിച്ചൊരേറ് വെച്ചിട്ട് യുദ്ധഭൂമിയിലേക്ക് ഒരൊറ്റ ചാട്ടം. അല്ലാഹുവിന്റെ ഹബീബ് രംഗം ഇങ്ങനെ നോക്കിക്കാണുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സഹാബാക്കൾ വന്നിട്ട് പറയുന്നു, നബിയേ, അന്നഹു ഖുതില, അയാളെ കൊല്ലപ്പെട്ടു നബിയേ, അയാള് ഷഹീദായി പോയി നബിയേ. ഒരിത്തിരി മഞ്ഞ് പെയ്യുന്ന രാവിൽ ഇശായിന് നമ്മളെ കണ്ടില്ല, സുബഹിയും നമ്മൾക്കില്ല. പാതിരാത്രിയിൽ അങ്ങാടിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും നമ്മൾ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കപ്പെടുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, എന്താ കാത്തിരിക്കാനുള്ളത്? എന്താ കാത്തിരിക്കാനുള്ളത്? അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, ഇന്ന് നിനക്ക് ദുബൈയിൽ കച്ചവടം തന്നു റബ്ബ്, ഖത്തറിൽ ബിസിനസ് ഉണ്ട്, ബഹ്റൈനിലുണ്ട്, ഒമാനിലുണ്ട്, സൗദിയിലുണ്ട്. ഇനി നീ കാത്തിരിക്കുന്നത് എല്ലാം മറച്ചു കളയുന്ന ദാരിദ്ര്യമാണോ?
ഇന്ന് നീ നന്നാവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ നാളെ ആവട്ടെ എന്ന് കരുതിയാൽ നീ നാളെ പരമദരിദ്രനാണെന്ന കഥ നീ മറന്നു പോവണ്ട. ഈ അടുത്ത് ഞാൻ ഓർത്തു പോകുന്നു, വലിയ ബിസിനസ് നടത്തിയിട്ട് കാശെണ്ണുന്നതല്ലാതെ അയാളെ കാണാൻ കഴിയാറില്ല. മേശയിൽ തലയും താഴ്ത്തിയിരുന്നിട്ട് രാവിലെ കട തുറന്നത് മുതൽ രാത്രി വൈകുന്നത് വരെ എണ്ണിക്കണക്കാക്കിയിട്ട് സഞ്ചി നിറയെ പണം കെട്ടിക്കൊണ്ടുപോകുന്ന ഒരരിക്കച്ചവടക്കാരൻ. അയാളുടെ പേരും നാടുമൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നാലില്ല. ഒടുവിൽ അയാളെ കാണുമ്പോ കോലം മാറിയിട്ടുണ്ട്. ഷർട്ടും കുപ്പായവും തുണിയുമൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്. കക്ഷത്തൊരു ബാഗും വെച്ചിട്ട് നാളത്തെ സൗഭാഗ്യ, നാളത്തെ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് പച്ചയായിട്ട് ആർക്കാണോ അയാൾ അരിവിറ്റത് ആ മനുഷ്യരുടെ മുന്നിൽ കൈനീട്ടി ലോട്ടറി വിൽക്കുന്ന കച്ചവടക്കാരനെ എനിക്കറിയാം. ഇതൊക്കെ അള്ളാഹുവിന് വലിയ പണിയാണോ? നിന്റെ സൂപ്പർ മാർക്കറ്റുകളും നിന്റെ ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ തകർന്നടിഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത പുഴുവിനെ പോലെ ഈ തളങ്കരയിൽ നിന്നെ നടത്താനും റബ്ബിനറിയാമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മറന്നുപോവണ്ട.